1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8008000120. അല്ല ചെന്നൈ ചേച്ചി. ഹലോ പാറുക്കുട്ടി. എത്ര ദിവസം ഉണ്ട് ലീവ്? ഒരു 3-4 ദിവസം കാണും. പിന്നെ വന്നേ കൊറേ വിശേഷമൊക്കെ പറയാനുണ്ട്. എത്തി നിങ്ങളുടെ പുന്നാരെത്തി. ആ മാഡം എന്തേ ലേറ്റ് ആയേ? ഞാൻ ലേറ്റ് ഒന്നും ആയിട്ടില്ല. ട്രെയിനാണ് ലേറ്റ് ആയത്. 7 മണിക്ക് വരേണ്ട ട്രെയിൻ ആയിരുന്നു. എത്തിയത് 8:30. 1 പോസ്റ്റ്. ശിവ 3 ദിവസം വിളിയും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്തായിരുന്നു പരിപാടി? ബിസി ആയിപ്പോയല്ല. നിനക്കെന്ത് ഇങ്ങോട്ട് വിളിച്ചൂടായിരുന്ന? ബിസിയൊക്കെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. എന്റെ ചേച്ചി എന്റെ അടുത്ത് എല്ലാ ഫ്രണ്ട്സും ഇവൻ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ചോദിക്കും, ഇവന്ന് കേശവേട്ടൻ എന്ത് പറ്റി, ഇന്ന് കേശവേട്ടൻ വിളിച്ചില്ലേ? ഇതേപോലത്തെ ഒരു ചോട്ടനെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം പോലും. ഇത്രയും ഫാൻസാ നിനക്ക്? എല്ലാവരുടെയൊക്കെ ഒരു കാര്യം. അടിപൊളി. നേരത്തെ പോലല്ല, ഇപ്പൊ ഇച്ചിരി മെച്ചം വന്നിട്ടുണ്ട്. അത് സുന്ദരി ആയിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ എന്റെ മോള് സുന്ദരിയല്ലേ? കേക്ക് ചേച്ചി പഠിത്തമൊക്കെ എങ്ങനെ പോന്ന്? അയ്യോ നന്നായിട്ട് പോകുന്നു അമ്പ്രാട്ടിയെ. അമ്പ്രാട്ടിയുടെ പഠിത്തമൊക്കെ എങ്ങനെ ഉണ്ട്? സ്കൂള് വിട്ട് വരുമ്പോ വൈകുന്നേരം ഒരു ലോഡ് മുട്ടയായിട്ടാ വരുന്നത്. കേശുവിന്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ ഇവിടെ സ്കൂളിൽ നിന്ന് കൊണ്ടിരുന്ന മുട്ടയാ. അങ്ങനെ ഒന്നും അല്ല, ഞാൻ നന്നായിട്ട് പഠിക്കും ചേച്ചി. ഇത് മതി. പിന്നെ എല്ലാവരോടായിട്ട് എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്താ ടെൻഷൻ ആവുന്ന പറയട്ടെ. ഞാൻ നിന്നെ പറച്ചിലിട്ട പിന്നെ ടെൻഷൻ ആവാതിരിക്കില്ലോ. സെമിസ്റ്റർ തോറ്റാ? ഒരാറ്ററിഞ്ഞ ഞാൻ തരും. ഞാനൊരു 1 കൊല്ലം കഴിഞ്ഞാൽ മനസ്സിലായില്ല? എവിടെ കയറി പോകാൻ പോണോ? എടേ ഞാൻ പോവാൻ പോണ്. അതും സൗത്ത് ആഫ്രിക്കയിലേക്ക്. എങ്ങോട്ട്? സൗത്ത് ആഫ്രിക്കയോ? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക ഒഫീഷ്യലി RSA, റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. അതൊക്കെ മനസ്സിലായി. നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോണെന്നാണ് നീ ചോദിക്കണത്? ഇത് ഇപ്പോഴും തുടങ്ങിയ പ്ലാനിങ് അല്ല, കുറച്ചായിരുന്നു. പിന്നെ ഒരു കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകും. ഒരു 11 മാസം കഷ്ടിച്ച് കാണും. അതായത് എന്റെ കോളേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ സൗത്ത് ആഫ്രിക്കയിലാണ്. എടി അത് മനസ്സിലായി. പിന്നെ നീ എന്തൊരു കിഴങ്ങിനാണ് അങ്ങോട്ട് പോണെന്ന് പറ. നീ ഒന്ന് അടങ്ങടാ. ചോദിക്കുന്നായിട്ടില്ലേ? ചോദിച്ചു. അല്ല നീനുന്റെ അച്ഛനും അമ്മയും അവിടെയല്ലേ? അതെ, ഓർക്കുന്നുണ്ടല്ലേ? ബാക്ക് ടു പോയിന്റ്. അതായത് അവർക്ക് നീനുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടൊരു ആഗ്രഹം. പക്ഷെ നീനുവിനും അമ്മയ്ക്ക് ഒരേ ആഗ്രഹം, കൊണ്ടുപോകണമെങ്കിൽ കൂടെ എന്നെ കൂടെ കൊണ്ടുപോകണം. കെട്ടിയിട്ട് കൊണ്ടുപോകാനാ? ഞാൻ എല്ലാം പറയും കേട്ടാ. അല്ലാണ്ട് കൊണ്ടുപോകാനായിട്ട് ആന്റി എല്ലാ ദിവസം എടുത്ത് വിളിച്ച് പറയും, മോളെ നീയും കൂടെ വാ, നിന്നിന്റെ കൂടെ നീയും കൂടെ വന്നാലേ ശരിയാവത്തുള്ളൂ. ഞാൻ ആന്റി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ടേ. നീ പറഞ്ഞില്ല എന്തിനാണ് പോണേന്ന്? ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ അവിടെ പഠിക്കാൻ പോവാണോ? പഠിക്കാൻ പോണാ? ആര് പഠിക്കാൻ പോണ്? ഇനി ഫുൾ ജോലി. ജോലി? പിന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയില് ജോലി ചെയ്യാൻ പോണ്. ശമ്പളം ഉണ്ട്? ഞാൻ അപ്രന്റീസ് ആയിട്ട് പോവോ? എടേ ലക്ഷങ്ങൾ ലാക്സ് ഇൻ മൈ ഹാൻഡ്. ഞാൻ രക്ഷപ്പെട്ട്. നീ പഠിച്ചിട്ട് രക്ഷപ്പെട്ടാ മതി കേട്ടാ. നീയും പാച്ചങ്ങ രക്ഷപ്പെട്ടാ മതി. അയ്യോ മക്കളെ അങ്ങനെ പറയരുത്. നീ രക്ഷപ്പെട്ടോ ഞാൻ രക്ഷപ്പെട്ടോന്നല്ലേ? അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ കയ്യടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ? പിന്നെ എല്ലായിടത്തും കേട്ടിട്ട് തമാശ പറയോ? കൺഗ്രാറ്റുലേഷൻസ്. സൗത്ത് ആഫ്രിക്ക ഉറപ്പല്ലേടാ? പിന്നല്ലേ സൗത്ത് ആഫ്രിക്ക. കൊച്ചിനൊന്നും പറ്റില്ല. കൊച്ചു